സലാമലൈക്കും. ഇന്ന് ഞങ്ങള് എന്ത് മസ്ജിദാ? ഗ്രാൻഡ് മോസ്ക് അബുദാബി ഗ്രാൻഡ് മോസ്ക് കേട്ടോ. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലാണ്. അതിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ കാഴ്ചകളാണ് അടുത്തതായി വരാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങള് അറബി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഗ്രാൻഡ് മോസ്കിൽ എത്തിയിട്ടുണ്ട് അബുദാബിയിലെ. കണ്ടില്ലേ, സ്ത്രീയൊക്കെ അറബി ഡ്രസ്സൊക്കെ ഇട്ടാ. ഞാനൊക്കെ എൻട്രൻസിൽ നിന്നും മോസ്കിലേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ആ വരുന്ന വഴിയിൽ അവിടെ മസ്ജിദ് സന്ദർശിച്ചിരുന്ന വിശിഷ്ട വ്യക്തികളുടെ ഫോട്ടോ എല്ലാതും പതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പയൊക്കെ സന്ദർശിച്ച ഫോട്ടോ ഒക്കെ അവരവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് മോസ്കിൽ എത്തിയപ്പോൾ ഹാനോട്ട് നിങ്ങൾക്ക് എല്ലിമോള് ഉറക്കായിട്ടാണ്. രണ്ടാളും നല്ല ഉറക്കാം. ഇതാണ് കേട്ടോ ഡ്രസ് കോഡ് മസ്ജിദിലേക്ക് വരുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അറബി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേറെ ലെവല്. ഒരു ആർക്കിടെക്ചറൽ വിസ്മയം തന്നെയാണ് കേട്ടോ ഗ്രാൻഡ് മോസ്ക്. ഈ കാണുന്ന മെയിൻ ഹാളിലെ കാർപ്പറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200ഓളം പേര് 2 വർഷം സമയമെടുത്തുകൊണ്ട് നെയ്ത കാർപ്പറ്റ്. അതിലെ പ്രത്യേകതയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു പീസാണ്, വേറെ ഇതിൽ ജോയിൻ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അതിനെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് അബുദാബിയിലുള്ള പുതിയുള്ളൊരു ബാബ്സ് മന്ദിർ, ഹിന്ദു മന്ദിറിലാണുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുക, നന്നായി തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഒരുപാട് എന്താ പറയുക രൂപങ്ങളും ശില്പങ്ങളും ആയിട്ട് കാണാം. ഇതാണ് ആ ഒരു വ്യൂ. അങ്ങനെ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഇവിടെ ഗംഗാരതി അതുപോലെ തന്നെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇത് അമ്പലത്തിന് പുറത്തുള്ളതാണ് ഈ കാണുന്ന കാഴ്ചകൾ. ഈ ഗംഗാരതി നടക്കുന്ന നേരത്ത് അത് കാണാനായിട്ട് അവിടെ ഗാലറിയിൽ കണ്ടമാനം പേരുണ്ട്. പിന്നെ ഇതുപോലെ ടിക്കറ്റ് ടോക്കൺ എടുത്തിട്ട് അവിടെ ആ ഒരു പോണ്ടിൽ ഗംഗാരതി പൂജ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിനുള്ള സൗകര്യമുണ്ട്. അബുദാബിയിലെ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി. കൊത്തുപണികൾ കൊണ്ട് ഫുള്ളല്ലേ, കൊത്തുപണിയും പിന്നെ അമ്പലത്തിനകത്ത് പൂജകൾ നടക്കുന്നുണ്ട്.
അതുപോലെ ഗംഗാരതി. എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവം കേട്ടോ അബുദാബിയിലെ. ഇത് അങ്ങനെ ഉണ്ടായിരുന്നു അബുദാബിയിലെ എന്ത് ബാബു മന്ദിർ. ഞങ്ങൾ കുരുവൊക്കെ തൊട്ടു. ഞങ്ങൾക്ക് ഇതൊന്നും തൊടാൻ പോരാ. അങ്ങനെ ഇന്നത്തെ ദിവസം ഗ്രാൻഡ് മോസ്ക്, ബാബ് മന്ദിർ സന്ദർശനം കൂടാതെ ഡിന്നറിനായി ഗുഡ് ബർഗറിൽ കയറി നല്ല ഗ്രാൻഡ് ഫുഡ് വിത്ത് ഫിഷ് ഗ്രിൽ എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ധന്യമായി.